തുടങ്ങ്. ഷമാം. ഷമാം. അതിപ്പോ തറ വീണേനെ അതെടുത്തിടല്ലേ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സിന്റെ ജ്യൂസ്. ഓക്കെ, ക്യാമറ നോക്കണേ. ഫ്രൂട്ട്സിന്റെ ജ്യൂസാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഷാർജയുടെ ജ്യൂസ്, പിന്നെ ഷാർജ ഷെയ്ക്ക് ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കിയായിരുന്നു. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെയുള്ളത് ചെയ്യണമെന്നുള്ളത്. അപ്പം ലൈക്ക് അടിക്കാൻ മറക്കരുത്, ഇതും ലൈക്ക് അടിക്കുക. അപ്പോഴേ ഇതിനകത്ത് ഉണ്ടാക്കാൻ വേണ്ടി പല ടൈപ്പിലെ ഫ്രൂട്ട്സ് നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അത് വെച്ചുണ്ടാക്കാം. ഉള്ള ഫ്രൂട്ട്സ് വെച്ചുണ്ടാക്കാം. സാധാരണ ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് നമ്മളിതെല്ലാം കൂടി മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നതല്ലേ, ജ്യൂസറിലോ മിക്സിയിലോ ഒക്കെ. ഇത് അതല്ല, ഒരു വെറൈറ്റി ഫ്രൂട്ട് ജ്യൂസാണ്. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യണേ. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, ഉണ്ടാക്കാനും എളുപ്പം. ഇതിനകത്ത് സപ്പോട്ടയ്ക്ക് എന്ന് പറയുന്നത് ചിക്കു. പിന്നെ അപ്പൊ ഞങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സ് ആണ് ചിക്കു, ഷമാം. അതിപ്പോ തറ വീണേനെ. പിന്നെ അനാർ, ആപ്പിള്. അതെടുത്തിടല്ലേ. ഇത്രയും സാധനമാണ്. പിന്നെ ഇതിന്റെ കൂടെ ബദാം വരുന്നുണ്ട്. ബദാം കുതിരാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് കുതിരണം. അത് നമ്മൾ അരച്ചാ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടി കുതിർക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൊഴുപ്പ് കിട്ടും, ടേസ്റ്റും കിട്ടും. അതിനു വേണ്ടിയാ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സും എടുക്കാം കേട്ടോ. ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് എടുത്തു തന്നേ ഉള്ളൂ. പൈനാപ്പിളും ഉണ്ട്. പൈനാപ്പിൾ എന്ത് ചെയ്യാം? കിച്ചണില്ല, എടുക്കാം. പിന്നെ തണ്ണിമത്തൻ വേണ്ട, തണ്ണിമത്തങ്ങ മിക്സ് ചെയ്താല് വെള്ളത്തിന്റെ ടേസ്റ്റ് വരും. ഇത് ഇത്രയൊന്നും ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഉണ്ടാക്കുന്ന രീതി കുറച്ച് 2 പേർക്കുള്ള അളവേ എടുക്കുന്നുള്ളേ. ഇവിടെ അളവ് കുറവാണ്. അപ്പൊ ഇത് മറക്കരുത്. ഈ ഷമാമ നാട്ടിലുണ്ടോ? ഇപ്പൊ ഷമാം നാട്ടിൽ കിട്ടുമോന്നറിയില്ല. അത് ഇച്ചിരി തൊലി കൂട്ടിച്ചെത്ത കട്ട് ചെയ്യാ. തൊലിക്ക് ഇച്ചിരി കൂടുതൽ. അതിന്റെ അരമുറി മതി വച്ച, മൊത്തം വേണ്ട. അത് ആദ്യം ഷമാം എടുത്തേ, അത് വെള്ളം ഇറങ്ങുന്നയാ. ഇപ്പൊ അവസാനം മതി ഷമാം കട്ട് ചെയ്യുന്നേ. തൊലി എത്തി വെക്ക്. മുന്തിരിങ്ങ ഉണ്ടായിരുന്നേ നല്ലതായിരുന്നു. മുന്തിരിങ്ങ ഷമാമിന്റെ. ഇത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ. വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ ഉള്ള ഫ്രൂട്ട്സും കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാ. ഫ്രൂട്ട്സ് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടാണ്. ജോസന് വാക്ക് തെറ്റത്തില്ല. ഒയ്യോ, ചെറിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ബദാം നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാ കുതിരാൻ വേണ്ടി, നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടി. ബദാമിന്റെ കണക്കൊന്നും പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് ചേർക്കാം. കൂടുതൽ ചേർത്താൽ നമ്മുടെ ജ്യൂസിന് കൊഴുപ്പും കിട്ടും, കുറച്ച് ടേസ്റ്റും കൂടുതൽ കിട്ടും. അപ്പൊ ഈ ബദാമിന്റെ തൊലി കളഞ്ഞ് നമുക്ക് നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുക്കാമേ. തൊലി കളഞ്ഞ അതിന് പിച്ചാത്തി എന്തിനാണ് കൂട്ടി? എന്റെ കൈ നഖമില്ല. ഇച്ചിരൂടെ കുതിരണമായിരുന്നു, നേരത്തെ ഇടണ്ടായിരുന്നു. ഇത് 1/2 ലിറ്റർ പാല് നന്നായിട്ട് കാച്ചിയിട്ടുണ്ട്. അതായത് പാല് തിളച്ചു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ശർക്കര. നിങ്ങൾക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം. പക്ഷെ ഒരു ഹെൽത്തി ജ്യൂസ് എന്നുള്ള രീതിയിലാണ് ഞാൻ പഞ്ചസാര ചേർക്കാത്തത്. ഇതിനേക്കാൾ നല്ല ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പനം ചക്കര, അതായത് കരിപ്പോട്ടി, അത് നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ ഇവിടെ കരിപ്പോട്ടി കിട്ടത്തില്ലേ, അതുകൊണ്ടാണ് ശർക്കര ആക്കിയത്. നിങ്ങളുടെ കയ്യിൽ കരിപ്പോട്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ ഇടണേ. അപ്പൊ ഇത് രണ്ടുമില്ല, പഞ്ചസാര യൂസ് ചെയ്യണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ശർക്കര ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതിനകത്ത് ഒട്ടും അഴുക്കൊന്നുമില്ല കേട്ടോ. മണ്ണും അങ്ങനെ ഒന്നുമില്ല, എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഡയറക്റ്റ് ഇട്ടേ. ഇനി നിങ്ങൾ മേടിക്കുന്ന ശർക്കരയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലേശം വെള്ളം ഒഴിച്ച്, ഒരു 1/4 ഗ്ലാസ് എങ്ങാനും വെള്ളം ഒഴിച്ച് ശർക്കര പാനിയാക്കിയ ശേഷം അത് ഒഴിച്ചാൽ മതി. അപ്പൊ ഇപ്പൊ ശർക്കര നന്നായിട്ട് അലിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ബദാം. ഞാനിത് അരയ്ക്കാൻ വെള്ളത്തിന് പകരം പാലാണ് എടുത്തത് കേട്ടോ. പാല് തിളച്ച ശേഷം ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് കുറുകണേ. ഒത്തിരി അങ്ങ് വറ്റിക്കണ്ട. അതിനാണ് നമ്മൾ ഈ ബദാം ചേർക്കുന്നത്. കാരണം നല്ല കട്ടിക്കും കുറുകിയിരിക്കാനേ പാല്. നമ്മള്
അല്ലാതെ കുറുക്കാൻ വേണ്ടി കോൺസ്റ്റാർച്ച് കോൺഫ്ലവർ അങ്ങനെയുള്ള ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇതിനകത്ത്. അപ്പൊ ഇത് മതി, നമുക്ക് ഓഫ് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ആ പഴം ഇട്ട് കൊടുക്കാം. ചിക്കു ഈ നന്നായിട്ട് ഉടയുന്നതൊക്കെ നമുക്ക് കുറച്ചങ്ങ് ഉടയ്ക്കാം, അത്രയും കൂടെ കൊഴുപ്പ് കിട്ടും. അതിന് വേണ്ടിയാണ് പൈനാപ്പിള്. ഷാമൂടെ കിടക്കട്ടെ, ഉടയട്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് ഉടയ്ക്കാം. ഇത് ഏകദേശം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്, ഒരു 3/4 ഭാഗത്തോളം ഉടഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇട്ട് കൊടുക്കാം. ആപ്പിള്. അപ്പൊ ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുത്തോണേ. മാതളം. ഇനി എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് പാല് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. പാല് നന്നായിട്ട് തണുത്തതിന് ശേഷമേ ഒഴിക്കാവൂ, അല്ലെന്നുണ്ടെങ്കിൽ അത് പിരിഞ്ഞു പോകുമേ. ഈ പാല് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ മിക്സ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാതെ സാധാ ആയിട്ട് ഇങ്ങനെ തന്നെ വേണമെങ്കിലും നിങ്ങൾക്ക് കുടിക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. കുറച്ചുകൂടി നല്ലത് പാല് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുന്നതായിരിക്കുമേ, അത് കുറച്ചുകൂടി ടേസ്റ്റ് കാണും. അപ്പൊ ഇത്രയുള്ള സംഭവം, നമ്മുടെ ഫ്രൂട്ട് ജ്യൂസ് റെഡിയായി. നിങ്ങൾക്ക് ഇതില് മണത്തിന് വേണ്ടി മാംഗോ എസൻസ്, പൈനാപ്പിൾ എസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഞാനിവിടെ മണത്തിന് വേണ്ടി ലേശം പൈനാപ്പിൾ എസൻസ് ഒഴിക്കുന്നുണ്ട്. പൈനാപ്പിൾ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്, എങ്കിലും ഒരു 2-3 തുള്ളി. നല്ല മണം വരുന്നുണ്ട് ഇപ്പൊ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, പാല് നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ ഇതിലേക്ക് ഒഴിക്കാവൂ. അപ്പോൾ ഇവിടെ നമ്മുടെ ഫ്രൂട്ട് ജ്യൂസ് ടേസ്റ്റ് നോക്കാനായിട്ട് ഒരാൾ ഇരിപ്പുണ്ട്. എന്നിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. നല്ല ടേസ്റ്റാണ്. ഒരു വെറൈറ്റി അല്ലേ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഫ്രൂട്ട് സലാഡ് പോലെ കുടിക്കുന്ന ജ്യൂസ്. വേറെ വേറെ കളറുള്ള ഫ്രൂട്ട്സ് ഇട്ടാൽ ഒരു വെറൈറ്റി കളറ് കാണാനും ഭംഗി കിട്ടും. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കാനും ഈസി. ഞങ്ങളിപ്പോൾ തണുപ്പിച്ചിട്ടില്ല കേട്ടോ, തണുപ്പിക്കാതെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. തണുപ്പിച്ച് കഴിക്കേണ്ടവർക്ക് തണുപ്പിച്ച് യൂസ് ചെയ്യാം. ഈ ജ്യൂസ് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം, അല്ലെ പാല് തണുപ്പിച്ചൊഴിക്കാം, എങ്ങനെ വേണേലും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ 1-2 ഐസ് ക്യൂബ്സ് ഇടാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. അപ്പം ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്, ഇത് മറക്കരുത്. നല്ല അരങ്ങായിരുന്നു, ഫുഡ് ഭയങ്കര അരങ്ങായിരുന്നു. അതിൻ്റെ കൂടെ ഇതും കൂടെ കിട്ടി, അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള ഒരു ഈസി വീഡിയോയുമായിട്ട് ഞങ്ങൾ വരാം. Till then, bye. God bless you. Okay.